الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾക്കുള്ള ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. 3 കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകനോടുള്ള ബാധ്യതയായി പഠിപ്പിച്ചത് 1, പ്രവാചകനിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. രണ്ടാമത്തേത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും മാതൃകയാക്കി ജീവിക്കുക എന്നതാണ്. അതിൻ്റെ തുടർച്ച എന്നോണം ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ ബാധ്യതകൾക്ക് പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും
പ്രവാചകനോടുള്ള ബാധ്യതയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. നാലാമതായി ഇസ്ലാം പഠിപ്പിച്ചത് തഹ്കീമുഹു ഫീമാ ശജറ ബൈനനാ, നമുക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളിലുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 59-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ അനുസരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വ ഉലിൽ അംരി മിൻകും, മാത്രമല്ല നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. അതിൻ്റെ കൂടെ അള്ളാഹു ആ ആയത്തിലൂടെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഇനി വല്ല കാര്യത്തിലും വല്ല വിഷയത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ ഉടലെടുക്കുകയാണെങ്കിൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അത് മടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാനല്ല അള്ളാഹുവിന്റെ ആഹ്വാനം, മറിച്ച് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിലേക്കും റസൂൽ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണമെന്നതാണ്. അഥവാ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കും നിങ്ങൾ മടക്കണമെന്നാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നിസാ 65-ാമത്തെ വചനം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഇല്ല ഫലാ വറബ്ബിക ഇല്ല വറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِمَّا قَضَيْتَ, നീ വിധി കൽപ്പിച്ചതിനെ പറ്റി, നീ ഒരു തീരുമാനമെടുത്തതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ വിഷമം തോന്നാതിരിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞാൽ അതിൽ പിന്നീട് നമുക്ക് വിഷമം തോന്നാൻ പാടില്ല, നമുക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല. അത് പൂർണ്ണമായും സമ്മതിച്ച് അനുസരിക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ഇലല്ലാഹി വറസൂൽ, നമ്മൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കുമാണ് മടങ്ങേണ്ടത്. വിശുദ്ധ ഖുർആൻ എന്താണോ ആ വിഷയത്തിൽ പഠിപ്പിച്ചത്, പ്രവാചക ചര്യകളിൽ നിന്ന് എന്താണോ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്, അതിന് പ്രാമുഖ്യം നൽകി അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് വിശ്വാസി ചെയ്യേണ്ട ബാധ്യതയായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി ഇസ്ലാം പഠിപ്പിച്ചത് നശ്റു ദഅവതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ പ്രബോധനം ചെയ്യുക എന്നതാണ്. പ്രബോധനം എന്നത് പള്ളിയിലെ ഖതീബിന്റെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയോ ബാധ്യത മാത്രമായി കൊണ്ടല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അത് മുഴുവൻ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്നാണ്. വൽതകും മിൻകും ഉമ്മ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതി വെച്ച ആയത്താണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന, നല്ലത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാകണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളിൽ നിന്ന് വിരോധിക്കുന്ന ഒരു സമുദായം നമ്മളിൽ നിന്ന് വളർന്നു വരണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കേണ്ടത്, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ദഅവത്ത്, ആ ഇസ്ലാമിന്റെ മതപരമായ കാര്യങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ആദ്യം പ്രബോധനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരു തീരുമാനമാണ്. എന്താണ്? വിവാഹം വേണ്ട എന്ന തീരുമാനം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വ്യാപകമായി ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഹദീസ് എന്താണ്? യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത്ത്, നിങ്ങൾക്ക് കഴിവെത്തിയാൽ, സാമ്പത്തികവും ശാരീരികവുമായ കഴിവെത്തിയാൽ, ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തും. ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന്, വേണ്ടാത്ത വികാര വിചാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നന്നാക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? പീഡിപ്പിച്ചു എന്നും ബലാത്സംഗം ചെയ്തു എന്നുള്ള വ്യാപകമായ വാർത്തകൾ ഒന്നല്ല രണ്ടല്ല. പത്രമാധ്യമങ്ങൾ തുറന്നാൽ ഇത്തരം വാർത്തകൾ മാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലാണ് ആദ്യം പ്രബോധനം ചെയ്യേണ്ടത്. കുടുംബത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി, ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രവാചകന്റെ ഹദീസുകളിൽ വന്നതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. കുടുംബ ബന്ധത്തിൽ നിന്ന്, വൈവാഹിക ബന്ധത്തിൽ നിന്ന് ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ട വിശുദ്ധിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനപരമായ തൗഹീദ് മുതൽ, ശിർക്കിന്റെ ഗൗരവം മുതൽ, ബിദ്അത്തിന്റെ ഗൗരവം മുതൽ, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും ഒരു മനുഷ്യൻ ഇടപെടുന്ന സാമ്പത്തികവും അതുപോലെ തന്നെ മാനസികവുമായ അല്ലെങ്കിൽ കുടുംബപരമായ എല്ലാ മേഖലകളെയും ഇസ്ലാമിന്റെ പ്രവാചകന്റെ ചര്യകളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നതാണ്. ആ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഒരു സമൂഹത്തെയാണ്, ഒരു സമുദായത്തെയാണ് വിശുദ്ധ ഖുർആൻ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്ന സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആൻ നൽകിയത്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും ഒരു തിന്മ കണ്ടാൽ അതിശക്തമായി വിരോധിക്കുകയും ചെയ്ത ഒരു സ്വഹാബത്തിനെ, ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സമുദായം എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ളത്. നമ്മൾ മാതൃകയാവണം മറ്റുള്ളവർക്ക്. പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവത കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം.
അതുകൊണ്ട് തന്നെ പ്രബോധനം വേറെ ആരുടെയൊക്കെയോ ഉത്തരവാദിത്തമാണെന്ന തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു യഥാർത്ഥ മുസ്ലിമായി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാനും അയൽവാസിക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും മക്കൾക്കും സമൂഹത്തിനുമെല്ലാം ഒരു മുസ്ലിം എന്ന നിലയിൽ മാതൃകയാകുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും നല്ല പ്രബോധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മനസ്സിലാക്കിയ സത്യം നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള മാതൃകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആറാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് മഹബ്ബത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് അതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയായിട്ടാണ്, നിർബന്ധ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ജീവിതത്തിൽ പലരെയും സ്നേഹിക്കുന്നവരാണ് നമ്മൾ, ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ അനേകം ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലു മുഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അവന്റെ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന 8 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം. ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളെക്കാളും, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളെക്കാളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളെക്കാളും, വഅശീറത്തുക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വത്തുക്കളെക്കാളും, നിങ്ങളുടെ ബന്ധുക്കളെക്കാളും, അതുപോലെ തന്നെ വഅംവാലു മുഖ്തറഫ്തുമൂഹാ, നിങ്ങളുടെ സമ്പത്തിനേക്കാളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം നേരിടുമെന്ന്, മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ പേടിക്കുന്ന, ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളും, വമസാകിനു തർലൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങൾ പാർപ്പിടങ്ങളെക്കാളും, മിനല്ലാഹി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കണമെന്നാണ്, ഇഷ്ടപ്പെടണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, സഹോദരങ്ങളെക്കാളും, സമ്പത്തിനേക്കാളും, ഇണകളെക്കാളും, അതുപോലെ തന്നെ കച്ചവടത്തെക്കാളും, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെയും ഇഷ്ടപ്പെടണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മഹാനായ പ്രവാചകൻ അല്ലാഹുവിനെ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, ദുനിയാവിലുള്ള സകല മനുഷ്യരെക്കാളും അവന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് മറ്റെന്തിനേക്കാളും
താങ്കളെയാണ് നബിയെ ഇഷ്ടം, എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, നീ നിന്നെക്കാളും നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ, നിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് വരെ നീ വിശ്വാസിയാവുകയില്ല എന്നാണ്. നീ വിശ്വാസിയാവുകയില്ല എന്നാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, നബിയെ ഇപ്പോൾ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, വല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നബിയെ താങ്കളെയാണെന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസി സ്നേഹിക്കേണ്ടത് അവന്റെ പ്രവാചകനെയാണ്. നബിയെ സ്നേഹിക്കുക എന്നത് വിശ്വാസിക്ക് നിർബന്ധമാണ്. പക്ഷേ ഇന്ന് കാണുന്ന ഒരു മാസം മാത്രം ഉണ്ടാകേണ്ട സ്നേഹമാണോ പ്രവാചകനോട് ഉണ്ടാകേണ്ടത്? തോരണങ്ങൾ കെട്ടി പാട്ടുപാടി ഭക്ഷണം കഴിച്ച് ആഘോഷിക്കലാണോ പ്രവാചകനോടുള്ള സ്നേഹമായി ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല. എങ്ങനെയാണ് നബിനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകനെ സ്നേഹിക്കേണ്ട മാതൃകകൾ എന്താണ് എന്ന് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസിക്ക് സ്വദേഹങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും അടുത്തയാളാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഹ്സാബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏതൊരാളെക്കാളും ആരെക്കാളും ഒരു വിശ്വാസി സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ രക്ഷിതാക്കളെക്കാളും മാതാക്കളെക്കാളും മാത്രമല്ല, ദാഹം വരുന്ന സമയത്ത്, ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ഞങ്ങളുടെ പ്രവാചകനാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലികൽ യൗമി അന്ന അഹദൻ യബ്കി മിനൽ ഫറഹ് ഹത്താ റഅയ്തു അബൂബക്കറിൻ യൗമഇദിൻ യബ്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റയ്ക്ക് അനുവാദം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കണ്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കണ്ടു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ കൂടെ ഹിജ്റ പോകാൻ അവസരം ലഭിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ച ഒരു സഹാബത്ത് നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് എന്ന്. ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പുകളെയും ഓരോ വെട്ടുകളെയും തന്റെ ശരീരം കൊണ്ട് വിരിമാറ് കാണിച്ച് ഏറ്റുവാങ്ങിയ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മാരകമായി മുറിവേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ത്വൽഹാ, നിനക്ക് മാറിക്കൂടായിരുന്നോ എന്ന്? ഓരോ അമ്പുകളും എന്റെ നേർക്ക് വരുമ്പോ, നിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുമ്പോ നിനക്ക് മാറാമായിരുന്നില്ല, വേദനയുണ്ടായിരുന്നില്ല ത്വൽഹാ? പ്രവാചകരെ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടായിരുന്നു ഓരോ അമ്പുകളും എന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ. പക്ഷേ ഞാനൊന്ന് മാറിയിരുന്നെങ്കിൽ ആ അമ്പുകൾ, ആ വെട്ടുകൾ എന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് കേൾക്കുമല്ലോ എന്നോർത്തപ്പോ, എന്റെ പ്രവാചകന് വേദനിക്കുമല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് മാറാൻ സാധിച്ചില്ല നബിയെ എന്ന് പഠിപ്പിച്ച പ്രവാചകനെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും പ്രവാചകനെ സ്നേഹിച്ച ഒരു സ്വഹാബത്ത് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്.
എങ്ങനെയാണ് നമുക്ക് ശരീരം കൊണ്ട് പ്രവാചകനെ ത്വൽഹാ റളിയല്ലാഹു അൻഹു ശരീരം കൊടുത്ത് സ്നേഹിച്ചതുപോലെ നമുക്കിന്ന് സ്നേഹിക്കാൻ കഴിയൂല. പ്രവാചകന് സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രവാചകനെ ഇന്ന് സ്നേഹിക്കാൻ പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. മറിച്ച് എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്? ഒന്ന് പ്രവാചകനെ സ്നേഹിക്കേണ്ട രീതി, ഒന്ന് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ റോൾ മോഡൽ ആയിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിക്കലാണ് വിശ്വാസി ചെയ്യേണ്ടത്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവരോടുള്ള ബാധ്യത എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ഇതര മനുഷ്യരോട് പെരുമാറേണ്ട, ഇടപെടേണ്ട രീതിയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ വിശുദ്ധി കൈവരിക്കേണ്ട രീതിയെപ്പറ്റി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ മാതൃക ആരാണ്? സിനിമാ നടന്മാരും വലിയ വലിയ കളിക്കാരും, അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരും, ക്രിക്കറ്റ് കളിക്കാരും നമ്മുടെയും നമ്മുടെ മക്കളുടെയും മാതൃകകളായി, റോൾ മോഡലായി മാറുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു മാസത്തിൽ അങ്ങാടികളിലൂടെ റാലി നടത്തിയിട്ടല്ല, പാട്ടുപാടി ദഫ് മുട്ടിയിട്ടല്ല, ഭക്ഷണം വിളമ്പിയിട്ടല്ല. എന്റെ റോൾ മോഡൽ, എന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും എനിക്ക് മാതൃകയായിട്ടുള്ളവൻ എന്റെ പ്രവാചകനാണെന്ന് തീരുമാനമെടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയണം. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും നിരോധനത്തെയും മുഖവിലക്കെടുക്കണമെന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് തന്നത്, എന്താണോ പഠിപ്പിച്ചു തന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ പ്രവാചകൻ പാടില്ല എന്ന് പഠിപ്പിച്ചത്, എന്താണോ നിങ്ങൾക്ക് വിരോധിച്ചത്, അത് സമ്പൂർണമായും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ പെരുമാറ്റം അങ്ങനെയാണോ? നമ്മുടെ വസ്ത്രധാരണം അങ്ങനെയാണോ? നമ്മുടെ ജീവിത രീതികൾ അങ്ങനെയാണോ? നമ്മുടെ സാമ്പത്തികമായ മേഖലയിലുള്ള ശ്രദ്ധ അങ്ങനെയാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രാർത്ഥന സ്വീകരിക്കാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു. ആരാണ്? അനർഹമായി സമ്പാദിക്കുന്നവരാണ്. ഹറാമ് സമ്പാദിക്കുകയും അത് തിന്നുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു പോളിസി എന്താ വെച്ചാല്, എങ്ങനെ സമ്പാദിച്ചാൽ വേണ്ടില്ല, അവിടെ ഹറാമ് ഹലാല് ശരിതെറ്റുകളില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി, സമ്പത്ത് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ഹലാലായതും ത്വയ്യിബായതും ഭക്ഷിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ആഹ്വാനം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖിൽ മഹാരിം. ഹറാമായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ഹറാമായ കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്നാണ്. അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും തെറ്റിന് നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. നമ്മൾ പിൻപറ്റേണ്ടത് പ്രവാചകനെയാകണം. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരാണോ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത് അവനാണ് എന്നെ സുന്നഹിക്കുന്നത് എന്നാണ്. എന്താ നബി പറഞ്ഞത്? നബിയെ എന്താണ് പ്രവാചക സ്നേഹമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തിനെ പിന്തുടരുന്നതാരാണോ, എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നതാരാണോ, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചത്.
വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അങ്ങനെ എൻ്റെ സുന്നത്തിനെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവൻ കാന മഈ ഫിൽ ജന്ന, എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് കാണിച്ചു തരാത്ത, താബിഈങ്ങൾ കാണിച്ചു തരാത്ത, തബഉ താബിഈങ്ങൾ കാണിച്ചു തരാത്ത ഉത്തമ നൂറ്റാണ്ടിലെ ഒരാളും ഒരു വ്യക്തിക്ക് പോലും പരിചയമില്ലാത്ത പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തികളെ ശക്തമായി എതിർക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം. എന്താണ് പ്രവാചക സ്നേഹമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. എന്താണ് പ്രവാചക സ്നേഹമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ പൊട്ടിമുളക്കേണ്ടതല്ല പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് തന്റെ പ്രവാചകനോടുള്ള ഇഷ്ടമുണ്ടാകണം. അതെങ്ങനെ വേണം? പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. പ്രവാചകന്റെ കൽപ്പനകൾക്ക് വില കൊടുത്തുകൊണ്ടായിരിക്കണം. മൻ അഹദസ ഫീ അംരിനാ മാ ഹാദാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. എന്റെ കൽപ്പനയില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആര് കൊണ്ടുവന്നാലും, എത്ര വലിയ ശ്രേഷ്ഠനാണെങ്കിലും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 23 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി. 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ പ്രവാചകൻ 23 വർഷം പ്രവാചക ജീവിതം നയിച്ചു. ഒരു വർഷം പോലും റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പ്രത്യേകതയോ ശ്രേഷ്ഠതയോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു 4 മാസങ്ങൾ പവിത്രമാണ്, ശ്രേഷ്ഠതയുള്ളതാണെന്ന് പഠിപ്പിച്ചു. ആ 4 മാസങ്ങളിലും ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ശേഷം ജീവിച്ച ഒരു സ്വഹാബത്ത് പോലും പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ച അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ആ സ്വഹാബത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന ഒരാളും നമുക്ക് അത്തരം ഒരു ചര്യ പഠിപ്പിച്ചു തന്നിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിന് ഒരു ശ്രേഷ്ഠതയോ പവിത്രതയോ പ്രത്യേകതയോ അവരാരും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ സ്നേഹിച്ചത് ഒരു മാസത്തിലല്ല, ഒരു ദിവസത്തിലല്ല, എല്ലാ ദിവസവും പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകനെ പിൻപറ്റുകയും പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്യുകയും ചെയ്തവരായിരുന്നു സ്വഹാബത്ത്. അതാണ് മുസ്ലിമിന് ഇസ്ലാമിൽ നിന്ന് ലഭിക്കുന്ന മാതൃക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരെയൊക്കെയോ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം ആചാരങ്ങൾ ഇസ്ലാമിന്റെ ആചാരങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ്. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചക സ്നേഹം കൊണ്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ അസ്സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതും
പ്രവാചകനോടുള്ള ബാധ്യതയായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ വാഹിദത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹു അവന് 10 നന്മ രേഖപ്പെടുത്തുമെന്നാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമെല്ലാം തിരുവചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടതും ഇസ്ലാം ഒരു വിശ്വാസിയുടെ ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ മിമ്പറിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആമീൻ പറഞ്ഞ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ആളുകൾക്കെതിരെ റഗിമ അൻഫു റജുലിൻ, ആ മനുഷ്യർ മൂക്ക് കുത്തി വീഴട്ടെ, നശിച്ചു പോകട്ടെ എന്നർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്ക് പ്രവാചകൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ പ്രാർത്ഥന എന്ന് സ്വഹാബത്തിന്റെ ചോദ്യത്തിന് പ്രവാചകൻ മറുപടി നൽകുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥന, റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് എന്നെ പരാമർശിച്ചിട്ട് എന്നെ ഓർത്തിട്ട് ഫലം യുസല്ലി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ട ബാധ്യത വിശ്വാസികൾക്ക് നിർബന്ധമാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകനോടുള്ള ബാധ്യതകളെ കൃത്യമായി നിറവേറ്റാൻ കഴിയണം. പ്രവാചകനിൽ വിശ്വസിക്കണം, പ്രവാചകനെ പിൻപറ്റണം, പ്രവാചകനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാതൃകയാക്കണം. സ്വഭാവ സംസ്കരണത്തിൽ വരെ പ്രവാചകൻ പഠിപ്പിച്ച ഉദാത്തമായ ഉത്തമമായ മാതൃകകൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ പൊതുസമൂഹത്തിൽ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാന്യമായിരിക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ സംസാര ശൈലികൾ മാന്യമായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത്തരം ഉപദേശങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നീ നല്ലത് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ മുസ്ലിം നാമധാരികൾ ഓരോ വീഡിയോ കിടന്ന കമന്റുകളും അതിൽ പറയുന്ന വൃത്തികേടുകളും കണ്ടാൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ആളുകൾ വിലയിരുത്തുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ്, ഖുൽ ഖൈറൻ, നീ നല്ലത് പറയണം, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം. അതാണ് മുസ്ലിമിന്റെ നിലപാട്, അതാണ് പ്രവാചകൻ പഠിപ്പിച്ച മാതൃക. അല്ലാതെ എന്ത് തോന്നിവാസവും എവിടെയും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു രീതി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇസ്ലാം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഏത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എവിടെയും ഏത് വീഡിയോക്ക് താഴെയാണെങ്കിലും കുറച്ച് മുസ്ലിം നാമധാരികൾ നടത്തുന്ന ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, ഇതൊക്കെ അവസാനിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പ്രവാചകന്റെ പേരിൽ ഒരു മാസത്തെ സ്നേഹപ്രകടനമല്ല നമുക്ക് വേണ്ടത്. ഈ പ്രവാചകൻ പഠിപ്പിച്ച മൂല്യവത്തായ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആരാണ് യഥാർത്ഥ മുസ്ലിം, ആരാണ് പ്രവാചകനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അതാണ് മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് പ്രവാചകനോട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. ആ പ്രവാചകൻ പഠിപ്പിച്ച രീതികളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക എന്നതാണ്.
ആ രൂപത്തിൽ പ്രവാചകനോടുള്ള ബാധ്യതകളെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ദീൻ പഠിക്കാൻ നമുക്ക് കഴിയണം. ആര് എന്ത് പറഞ്ഞാലും അതിനെ അനുധാവനം ചെയ്യുന്ന, തക്ലീദ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ലാ തകുൻ ശബഹൻ, കൂടികളാകരുത്. ആളുകൾ എന്ത് ചെയ്താലും അതിന്റെ പിന്നാലെ കൂടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് മുസ്ലിമിന് യോജിച്ചതല്ല. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം പിഴച്ചു പോകില്ല എന്നാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്ത, സുന്നത്തിലില്ലാത്ത, ഖുർആനില്ലാത്ത ഒരു കാര്യം ചെയ്താലേ അത് പല രൂപത്തിലും പിഴച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി, നബിയുടെ സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, അങ്ങാടികളിലും അതുപോലെ തന്നെ റാലികളിലും നടക്കുന്ന തോന്നിവാസങ്ങൾ ഓരോ വർഷം കൂടുമ്പോഴും ഇത് അധികരിച്ചു വരികയാണ്. ഇതിന് നിയന്ത്രണമില്ല, ആരും ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആഹ്വാന വിഷയത്തിലില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ അതിരുകടക്കുമെന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങൾ. വിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത് ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ഒരു തെറ്റായ വഴിയിലേക്കും പഴച്ചു പോകാനുള്ള ഒരു വഴിയും നമുക്കില്ല എന്നതാണ്. അതായിരിക്കണം മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ആ രൂപത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കാനും പ്രവാചകൻ അനുധാവനം ചെയ്യാനും സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم يا مقلب القلوب ثبت قلوبنا على دينك، يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.